ശശി തരൂരാണ് താരമെന്ന് വേണമെങ്കിൽ പറയാമല്ലേ സർ? കാരണം തരൂരിനെ നോട്ടമിട്ട് എത്ര പേരാണ് തരൂർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. ഏറ്റവും ഒടുവിൽ കേട്ടത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. തരൂരിനെ CPM വട്ടമിട്ട് പറന്നു എന്നുള്ളത്. ദുബായിൽ അങ്ങ് ചർച്ചയൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ്. തരൂരിൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്തായിരിക്കും? ഈ പറയുന്ന പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിലേക്ക്, അതായത് ഒന്നില്ലെങ്കിൽ CPMലേക്ക്, BJPയിലേക്ക്, ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം ചേക്കേറുമോ? സാധ്യത തീരെ ഉണ്ടാവില്ല. തരൂർ കോൺഗ്രസ് തന്നെ ആയിരിക്കും നിൽക്കുക. തരൂരിൻ്റെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് തന്നെ നിന്നിട്ട് തീർച്ചയായിട്ടും തരൂർ ഒരു നിർണായകമായ റോളിലേക്ക് അല്ലെങ്കിൽ പങ്കുവഹിക്കുന്നതിലേക്ക് മാറും എന്നുള്ളത് സംശയമില്ല. എന്തുകൊണ്ടാണ് തരൂർ ഇപ്പോൾ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാവരും തരൂരിൻ്റെ പിന്നാലെ പോകാൻ കാരണമെന്ന്? കാരണം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ തരൂർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആ കോർ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. അദ്ദേഹം ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോഴും അദ്ദേഹം ഒരു പ്രസംഗം നിർത്തയിൽ പറയുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രയത്നിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ, പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ഈ ശശി തരൂർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും അത് തന്നെയാണ് കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ ഫോക്കസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു പറഞ്ഞാൽ രാഷ്ട്രത്തിനാണ് കൊടുത്തത്. രാഷ്ട്രമില്ലെങ്കിൽ രാഷ്ട്രീയമില്ല. അദ്ദേഹത്തെ BJP ചൂസ് ചെയ്യായിരുന്നല്ലോ. BJP അദ്ദേഹത്തിനെ ചൂസ് ചെയ്യുന്ന വെച്ചാൽ BJP ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് തരൂരിനെ വന്നു കഴിഞ്ഞാൽ ചുവപ്പ് പരവതാനിയല്ല, അതിൻ്റെ പുറത്ത് വേറെ ഏത് പരവതാനി വേണമെങ്കിലും വിരിക്കാൻ തയ്യാറായിട്ട് BJP നിൽക്കുകയാണ്. പക്ഷേ തരൂർ പോയിട്ടില്ല. മാത്രമല്ല, ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ട് രാഷ്ട്രീയം ഇന്നതാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഉണ്ടല്ലോ, ആ ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പൊളിറ്റിക്സും, ഇന്നാരെക്കുറിച്ച് പറഞ്ഞു, ഇന്നാരുടെ കൂടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഈ കൊതിയും നുണയും പരദൂഷണം എന്ന് പറഞ്ഞൊരു സംഗതിയായിട്ട് രാഷ്ട്രീയത്തെ കാണുന്ന ഒരു മാധ്യമ ലോകമാണ് ഇന്നത് നമ്മുടേത്. അതിനകത്ത് നിന്നുകൊണ്ടാണ്, അത് തന്നെയാണ് രാഷ്ട്രീയവും, സംശയം വേണ്ട കരുതി. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ശശി തരൂരിന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം നോക്കണം. അത് അവഗണിക്കാൻ വയ്യാതിൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് അദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടുത്തിയത്, അല്ലാതെ ഒരു ഔദാര്യം കൊണ്ടൊന്നുമല്ല. അന്ന് ഈ ഖാർഗെയ്ക്ക് പകരം ശശി തരൂരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എങ്കിൽ ഇന്ന് BJP ഇത്രയും സുഖകരമായിട്ട് ഒരുപക്ഷെങ്കിൽ ഭരണം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശശി തരൂർ വേഴ്സസ് അല്ലെങ്കിൽ മോദി വേഴ്സസ് തരൂർ എന്നുള്ള ലെവലിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ രംഗം മാറുമായിരുന്നു. അപ്പം അതുമാത്രമല്ല, തരൂർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ നിലവിലെ BJP ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് ശശി തരൂരിനുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നിരുന്ന മൾട്ടി അലൈൻമെൻറ്റ് പോളിസി, ആ പോളിസി തന്നെയാണ് BJP ഗവൺമെൻറ് പിന്തുടരുന്നത്. അത് ശരിക്കും BJP ഗവൺമെൻറ്റിൻ്റെ പോളിസിയല്ല, നമ്മുടെ നോൺ അലൈൻമെൻ്റ് എന്ന് മാറി മൾട്ടി അലൈൻമെൻറ്റിലേക്ക് വന്നത് ശരിക്കും തരൂരിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അദ്ദേഹം ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി, എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ രീതിയിലൊക്കെ രാജ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ UN-ലെ എക്സ്പീരിയൻസ് വളരെ വലിയ കാര്യമല്ലേ. ആ എക്സ്പീരിയൻസ് ശരിക്കും BJP ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ട്, രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അതേപോലെ തന്നെ അദ്ദേഹം ഒരു വലിയ റൈറ്ററാണ്. അദ്ദേഹത്തിന് വിദ്വേഷമല്ല നയിക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ എന്ത് തന്നെ വിദ്വേഷം വിൽക്കാനുള്ള കട, എല്ലാ സ്നേഹം വിൽക്കുന്ന കടയാണ് എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം വിദ്വേഷത്തിൻ്റെയും വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തില്ല. കോൺഗ്രസിൻ്റെ താല്പര്യമായിരുന്നു പ്രഥമ ഗണനീയം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പ്രസിഡൻ്റായിട്ടും അതല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ടെങ്കിലും ശശി തരൂരിനെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഇത് മറിച്ച് പാവം ഖാർഗെ കൊണ്ടുവച്ചു. KC വേണുഗോപാലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രസിഡന്റ് ഖാർഗെയാണ്. മറിച്ച് ശശി തരൂരെ പോലുള്ള ആൾ ഖാർഗെയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർക്ക്
രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിജീവിയാൻ ഉപദേശകരാകാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണം. ആ ഗതികേടിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്. ശശി തരൂരിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം എന്ന് പറയുന്നത് ശശി തരൂർ അദ്ദേഹം ഒരു പൂർണ്ണ രീതിയിൽ പൊതുപ്രവർത്തകനായി പ്രവർത്തിച്ചു വന്നയാളല്ല. അതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരി. അദ്ദേഹം അത്രത്തോളം രാഷ്ട്രീയം അറിയാത്ത ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തി, രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് രാഷ്ട്രീയമെങ്കിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തി ശശി തരൂരിനോടൊപ്പം ഒറ്റ മനുഷ്യനുമില്ല. അതിനകത്തൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ശശി തരൂർ രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് അദ്ദേഹം 4 തവണ കൂടെ തിരുവനന്തപുരത്ത് ജയിച്ചത്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണോ ഏതൊരു പാമരനോടും പണ്ഡിതനോടും ഒരേപോലെ സംസാരിക്കുന്നത്? ഒരു 5 വയസ്സുള്ള കുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ പോലും ആ 5 വയസ്സുള്ള കുട്ടിക്ക് തരൂർ വളരെ ദൂരത്തിലാണെന്ന് തോന്നുന്നില്ല. ഈ അടുത്ത സമയത്ത് ഈ റൗൾ ജോൺ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോഡിജി പയ്യനുണ്ട്, 16 വയസ്സുള്ള, നെറ്റിലൊക്കെ വളരെ ഫേമസ് ആണ്. ആ കുട്ടിയും തരൂരും തമ്മിലുള്ള സംഭാഷണം, ആ കുട്ടിയെ തരൂർ ആരാധനയോടാണ് നോക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മനുഷ്യനുമായിട്ട് സംവദിക്കുക, വിശാലമായി ചിന്തിക്കുക, മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അദ്ദേഹം വലിയ റൈറ്ററും കൂടെയാണ്, നല്ല സ്പീക്കറാണ്. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനം, ഇവിടുത്തെ ഒരു മന്ത്രിസ്ഥാനമൊന്നും വലിയ പോസ്റ്റൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പോഷർ, അദ്ദേഹം ഈ രാജ്യത്ത് മാത്രമല്ല, ഇപ്പം ശശി തരൂർ ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞാലും ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ താരപദവിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് 2 മിനിറ്റ് പോലും നമ്മുടെ തരൂരുമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് വഴക്കും, അല്ലെങ്കിൽ മറ്റവൻ്റെ അടുക്കളയിൽ കയറി ഇന്ന ദോശ കഴിച്ചു, ഇല്ല മറ്റയാൾ വന്നപ്പോൾ ഇഡ്ഡലിയാണ് കൊടുത്ത്, ഇതൊക്കെയാണല്ലോ ഈ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഗതി. അത്തരം സംഗതികൾ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒരു കാരണവശാലും തരൂർ കോൺഗ്രസ് വിടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഹീസ് എ വെരി ബ്രില്യൻ ഗൈ ആസ് വെൽ. രാഷ്ട്രീയത്തെയും ഈ മറ്റു പലരും കാണാത്ത ഈ ബ്രില്യൻസ് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് പൊളിറ്റിക്സിനകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് കാണാത്ത ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ 10-15 അടി അപ്പുറത്തേക്ക് കാണാൻ പറ്റും. പ്രജലൊന്ന് ആലോചിച്ച് നോക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 10 മണ്ഡലങ്ങളിൽ BJP അതികഠിനമായ ശ്രമം നടത്തും ജയിക്കാനായിട്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോഴേ വളരെ സജീവമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കറിയാം. BJP തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം. 2036 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കും എന്നവർ പറയുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് BJP നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 4-നും 8-നും ഇടയ്ക്ക് സീറ്റ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഈ 4-8 സീറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ കേരളത്തിൽ സംജാതമായേക്കാം. എല്ലാവരും പറയുന്നുണ്ടല്ലോ തൂക്കുമന്ത്രിസഭ സാധ്യതകൾ. അതെ, ഈ തൂക്കുമന്ത്രിസഭ വരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ് പരിഹാരം? പല പരിഹാരങ്ങളും വരും, ഒട്ടേറെ പരിഹാരങ്ങൾ വരും. ഒന്നുകിൽ BJPക്കും വേറെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യകൾ ഒന്നും വേണ്ട. ഇപ്പം കോൺഗ്രസിനും അതേപോലെ തന്നെ അല്ലെങ്കിൽ UDFനും LDFനും ഒരേ സീറ്റാണെന്ന് ഇരിക്കുക, നമ്പർ ഓഫ് സീറ്റ്സ് ഒന്നാണ്. BJPക്ക് കുറച്ച് സീറ്റുകൾ കിട്ടുന്നു. അപ്പോൾ BJP എവിടെ സപ്പോർട്ട് ചെയ്യുന്നുവോ അവിടെ നിൽക്കുന്നവർക്ക് അവർക്ക് ഭരിക്കാവുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ പെട്ടെന്ന് പറയുകയാണ്, ഒരു പൊതുസമ്മതനായിട്ടുള്ള CPM തന്നെ അതിന് മുമ്പ് വേണമെങ്കിൽ CPMഉം BJP ആയിട്ടൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം. പറയുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ BJP പറയുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, പിന്നെ ശശി തരൂർ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാം. BJPക്കും പിന്തുണയ്ക്കാം, UDFനും പിന്തുണയ്ക്കാം. ചാടി കയറി ഉടനെ BJP പറയുന്നത് ഞങ്ങളുടെ പിന്തുണ. ഉടനെ UDFൻ്റെ ആക്ഷേപം വരും, കണ്ടില്ലേ BJPയും LDFും ഒന്നിച്ചു. അപ്പോൾ ഉടനെ LDFന് പറയാം ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, UDFന് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ BJP ഒഴിവാക്കണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് UDF ചെയ്യേണ്ടത്? ശശി തരൂരിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കണമായിരുന്നു, അല്ലേ?
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ശശി തരൂർ അപ്പോഴത്തേക്ക് UDFൻ്റെ കോൺഗ്രസിൻ്റെ തന്നെ നേതാവാണ് ആര്, ശശി തരൂർ അല്ലേ. അത്ര ഒരു സന്ദർഭത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് അല്ലാതെ ആ സമയത്ത് ചിലപ്പോൾ ശശി തരൂരിനെ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത, ഇതൊക്കെ ഹൈപ്പോത്തസിസ് ആണല്ലോ, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുണ്ട്. ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നൊരു ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും സംശയം ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു നറുക്ക് വീഴുക ശശി തരൂരായിരിക്കും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലെ കുറച്ച് നേതാക്കന്മാരൊഴികെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ അത്തരം ഒരു അവസ്ഥയെ സ്വാഗതം ചെയ്യുന്നവരുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചില സംഗതികൾ ഉരുത്തിരിയാം. അല്ലാതെ അതിനു മുമ്പ് ഒരിക്കലും ശശി തരൂർ ഇപ്പം CPM-ലേക്ക് പോകാതിരിക്കട്ടെ, CPM മുഖ്യമന്ത്രിയാകൂ? ഇല്ലല്ലോ, ഇല്ല. CPM-ന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. മാത്രമല്ല, CPM-ലേക്ക് അദ്ദേഹം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നു? ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം CPM ഒരു കാരണവശാലും ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് VS അച്യുതാനന്ദനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവസാനം രണ്ടാം തിരഞ്ഞെടുപ്പ് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാട്ടിൽ KR ഗൗരി വാണ്ടിടും അല്ലേ. മുദ്രാവാക്യം മുഴക്കി തിരഞ്ഞെടുപ്പ് നടത്തി അവസാനം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നിരുന്ന EK ദിനകരനെ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ശശി തരൂർ CPM-ലേക്ക് വന്നുകൊണ്ട് CPM-ന് കുറച്ച് ചില ഗുണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അല്ലാതെ ശശി തരൂരിനുള്ള ആ ഒരു ഇത് പോവുകയുള്ളൂ. അദ്ദേഹത്തിനുള്ള തരൂരിൻ്റെ ഗ്രാഫ് ഇടിയത്തുള്ളൂ. അപ്പോൾ തരൂരിൻ്റെ ഗ്രാഫിനെ കുറിച്ച് ഏറ്റവും നല്ല ബോധ്യമുള്ള വ്യക്തി തരൂർ തന്നെയാണ്. തരൂരിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും തരൂരിന് ഏറ്റവും നന്നായിട്ട് അറിയാം. അത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ബോധപൂർവ്വം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള മാർക്കറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് അതിന് അദ്ദേഹത്തിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂർ നടത്തിയ ദൗത്യം ഇല്ലേ, നാം എല്ലാം കണ്ടതാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ നമുക്ക് ഓരോ ഇന്ത്യക്കാരന് പോലും അഭിമാനം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു അല്ലേ. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ വിട്ടു പോയെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഇത്രയധികം തലകുനിക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ശശി തരൂരിൻ്റെ പ്രസംഗം ഇനിയും ബ്രിട്ടീഷുകാർക്ക് ആ പഴയ ചെയ്ത പാപത്തിൻ്റെ ഇപ്പോഴാണ് അവർക്ക് ശരിക്കും ആ ഒരു തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ആ ഒരു 7 മിനിറ്റ് സ്പീച്ച് വളരെ പ്ലസൻ്റായിട്ട് നടത്തിയ സ്പീച്ച്, അവരെ വെറുപ്പിക്കാതെ. അപ്പോൾ ഇത്തരം ശേഷിയും കഴിവും ഒക്കെ ഉള്ളൊരു മഹാവ്യക്തിത്വമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സത്യത്തിൽ തരൂർ ഒരു ബുദ്ധിരാക്ഷസനാണ്. അദ്ദേഹം ഒരു വളരെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹം, എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലുണ്ടാവും, സമീപനങ്ങളുണ്ടാവും. പിന്നെ വളരെ അങ്ങേയറ്റം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ ബ്രില്യൻസിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കോൺഗ്രസിനകത്ത് നിന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പം കിട്ടുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിനെ വിശ്വപൗരനും പറഞ്ഞ് കളിയാക്കുന്ന വ്യക്തിയായിരുന്നു K. മുരളീധരൻ. ഇപ്പോൾ K. മുരളീധരൻ്റെ വോയിസ് മാറിയല്ലോ അല്ലേ. അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധി സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള ടോണിൽ മാറ്റം വന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തരൂരിൻ്റെ ഗ്ലാമർ കൂടിയും തരൂരിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും തരൂരിൻ്റെ താരപദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും CPM-ലൊന്നും പോയി അദ്ദേഹം ചേരില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.